ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഉപ്പും മുളകിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ എന്ന് വെച്ചാൽ ഒരുപാടല്ല, എന്നാലും കുറച്ച് വർഷങ്ങളായി ഉപ്പും മുളകും എന്ന് പറയുന്ന ആ ഒരു പരിപാടി തുടങ്ങിയിട്ട് നമ്മുടെ കേശുവും ശിവാനിയും ഇവരൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അഭിനയിക്കുന്ന ഏകദേശം ഒരു 5-6 വയസ്സൊക്കെ മുതൽ അഭിനയിക്കുന്ന ആ ഒരു പരിപാടിയാണ് ഉപ്പും മുളക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പഴയ എപ്പിസോഡുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അതിപ്പോൾ ബാലു ആയിക്കോട്ടെ, നീലു ആയിക്കോട്ടെ, മുടിയനായിക്കോട്ടെ, ശിവാനി, കേശു, നമ്മുടെ ലച്ചു, ഇവരെല്ലാവരും ഒന്നിലൊന്നും മെച്ചാണ് കേട്ടോ. അവരുടെയൊക്കെ അഭിനയമൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. പിന്നെ പിന്നെ അവരുടെ ഓരോരോ വളർച്ചകളും നമ്മൾ ആ സത്യം പറഞ്ഞ ഉപ്പുമുളകിലൂടെ തന്നെയാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഉപ്പുമുളകും അതുണ്ടല്ലോ, സത്യം പറഞ്ഞ വെറുപ്പീരെന്ന് പറഞ്ഞാൽ വെറുപ്പീരായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇതെനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഉള്ള ഉപ്പുമുളകും കാണാനേ തോന്നുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവാനീനെയും അല്ലെങ്കിൽ കേശുവിനെയൊക്കെ കാണുമ്പോൾ ഓർക്കും അവരൊന്നും വലുതാകണ്ടായിരുന്നു, അവരൊക്കെ ആ ഒരു കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതി. അവർ കുഞ്ഞായിരുന്നപ്പോൾ ആ ഒരു അഭിനയമൊക്കെ എന്തോരം കണ്ടു ചിരിച്ചിട്ടുണ്ടെന്നറിയാം. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പോഴും എൻ്റെ മക്കൾ ആ പഴയ എപ്പിസോഡുകളൊക്കെ, ഉപ്പുമുളകിലെ പഴയ എപ്പിസോഡുകളൊക്കെ വെച്ച് കാണും. കാരണം അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു, അതിൽ ബാലുവിൻ്റെയൊക്കെ അഭിനയം, നീലു, ഇവരൊക്കെ എല്ലാവരും എന്താ പറയുക, നല്ല രീതിയിൽ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ പിന്നീട് അവർ വലുതാകുന്നതനുസരിച്ച് എൻ്റെ ഒരു ഇതിൽ നമ്മുടെ ലച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞത് മുതൽ പിന്നെ അങ്ങോട്ട് അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഉപ്പുമുളക് കാണാനായിട്ട്. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയേ വേണ്ട, അതിൽ ഓരോരോ ആൾക്കാരായിട്ട് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റ് ഉള്ളത്, ആകെ ഉള്ളതെന്ന് പറയാനായിട്ട് നമ്മുടെ പാറക്കുട്ടിയുണ്ട്, പിന്നെ ലച്ചുവുണ്ട്, കേശുവുണ്ട്. പിന്നെയൊക്കെ ഉള്ളതെല്ലാം പുതിയ പുതിയ കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ ശിവാനി ഉൾപ്പെടെ ഇപ്പം അതിലില്ല. ശിവാനിക്ക് എന്തോ പരീക്ഷയൊക്കെ ആയിട്ടാ മറ്റേ ആണിപ്പോൾ മാറി നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഉപ്പുമുളകിൻ്റെ ചില എപ്പിസോഡുകളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നുകയാണ്. കാരണം അത്രത്തോളം ഒരു എന്താ പറയണ്ടേ, ആ ഒരു പണ്ടത്തെ ആ ഒരു ലെവലിലേക്ക് ഇനി ഒരിക്കലും ഉപ്പുമുളക് എത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ കഥാപാത്രങ്ങളും, ആ ഒരു പഴയ കഥാപാത്രങ്ങളെല്ലാം ഒരുമിച്ച് വരണം അല്ലേ. ഇതിപ്പോൾ എന്തുവാ ഇപ്പോഴത്തെ നമ്മുടെ ഉപ്പുമുളകിൽ എന്തുവാ, കേശു വലിയൊരാളാവുന്നു, അവൻ കാമുകൻ, അവനെ ചുറ്റിപ്പറ്റി കുറേ കാമുകിമാര്. എൻ്റെ പൊന്നെ, വെറുപ്പീരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പീരാണ് കേട്ടോ. അപ്പം ഞാൻ പല പ്രാവശ്യം ഓർത്ത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ഓർത്ത്, പിന്നീട് ഓർത്ത് വേണ്ടെന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ 1 മുതലുള്ള ആ ഒരു, അതായത് ആ പഴയ 1ാമത്തെ എപ്പിസോഡ് മുതലുള്ള ആ ഒരു ഉപ്പുമുളകൊക്കെ നമുക്ക് എത്ര കണ്ടാലും, എത്ര ബാലു ആയിക്കോട്ടെ, നീലു ആയിക്കോട്ടെ, ഇവരൊക്കെ നമ്മൾ എന്തോരം ചിരിപ്പിച്ചേക്കണേ. അതുപോലെ നമ്മുടെ കേശുവും ശിവാനിയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ആ ഒരു എപ്പിസോഡുകളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാനറിയില്ല. അത്രത്തോളം ഇപ്പോഴും ആ എപ്പിസോഡുകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഉള്ള എപ്പിസോഡൊക്കെ, അതായത് ഇവരൊക്കെ വലുതായതിനു ശേഷമുള്ള ഈ എപ്പിസോഡ്, പ്രത്യേകിച്ച് അത് ഇപ്പോൾ ബാലു ഇല്ല, നീലു ഇല്ല, പിന്നെ അവരുടെ മാമനായിട്ടുള്ള മറ്റേ ശ്രീകുട്ടനില്ല, ശിവാനി ഇല്ല, ഇവരൊന്നുമില്ല. ഇപ്പം കുറേ പുതിയ ആൾക്കാർ എന്തൊക്കെയോ വട്ടുതരങ്ങൾ ഓരോരോ എപ്പിസോഡുകളായിട്ട് എല്ലാ ദിവസവും കാണിക്കുന്നുണ്ട്. ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ്. ഇപ്പം നമുക്കറിയാം ഈ ബാലു, ശ്രീകുട്ടൻ, നീലു ഇവരൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബാലുവും ശ്രീകുട്ടനും ഏതോ ഒരു ഒരു നടിയുടെ അടുത്ത് എന്തൊക്കെയോ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചില ആൾക്കാർ പറയുന്നുണ്ട് അത് ഉപ്പുമുളകിൽ അഭിനയിച്ച് തന്നെ ഏതോ ഒരു നടിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ വളരെ വ്യക്തമായിട്ട് അറിയില്ല. ഇതിൻ്റെയൊക്കെ പേരിലാണെന്ന് തോന്നുന്നു ഇപ്പം ഈ ബാലുവിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നീലു, ശ്രീകുട്ടൻ, ഇവരൊന്നും ഉപ്പുമുളകില്ല. അത് തന്നെ ഈ ഒരു ഷോ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ ഒരു എന്താ പറയുക, മോശമാകാനുള്ള 1ാമത്തെ കാര്യം അത് തന്നെയാണ്. ഇവരൊന്നുമില്ല. പ്രത്യേകിച്ച് ബാലു ഒക്കെ നമ്മളെ എന്തോരാ ചിരിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെ വേഷത്തിലാണ് വന്ന് നമ്മളെ, ഏതൊക്കെ കഥാപാത്രങ്ങളായിട്ടാണ് വന്ന് നമ്മളെ ചിരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അവരൊക്കെ ഇല്ലാത്തൊരു ഉപ്പുമുളകും കാണാൻ തന്നെ നമുക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വേണം പറയാൻ. പിന്നെ പ്രത്യേകിച്ച് കേശുവൊക്കെ ഒരുപാട് വലുതായിപ്പോയി. അപ്പോൾ അവരുടെയൊക്കെ അഭിനയം നമുക്ക് കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു വെറുപ്പീരായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കേശുവിനെ സ്നേഹിക്കുന്ന കുറേ കാമുകിമാര്, എന്നിട്ട് കുറേ എണ്ണങ്ങൾ വരുന്നു. അയ്യോ, വെറുപ്പീരെന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ വെറുപ്പീര്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലച്ചുവിനൊരു കുഞ്ഞുണ്ട്. പാറക്കുട്ടി അന്നും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. പാറക്കുട്ടി അഭിനയിക്കാനൊക്കെ പഠിച്ചു. കാരണം നമ്മുടെ ശിവാനിയും കേശുവും ഒക്കെ തുടക്കം മുതൽ അഭിനയിച്ച ആ ഒരു ഏജിലാണ് ഇപ്പോൾ നമ്മുടെ പാറക്കുട്ടിയുള്ളത്. കാരണം പാറക്കുട്ടി കുഞ്ഞിലെ മുതൽ ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. അവരൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഒന്നല്ലെങ്കിൽ ബാലു, നീലു ഇവരെല്ലാം തിരിച്ചു വരണം. മുടിയൻ
അവരെല്ലാം തിരിച്ചു വരുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു പരിപാടി ആ ഒരു പഴയ രീതിയിലേക്ക് ആകുമായിരിക്കാം. പക്ഷെ അല്ലാത്ത പക്ഷം ഈ മെയിൻ ആയിട്ടുള്ള ഈ കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഇനിയും ഈ ഉപ്പുമുളക് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കഷ്ടം തോന്നുവാണ്. കാരണം അത്രത്തോളം ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു പരിപാടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ എപ്പിസോഡുകളായിക്കോട്ടെ ഉപ്പുമുളക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു പരിപാടി വെറുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ എല്ലാവരും വേറെ ചാനലുകളിൽ ഇതുപോലുള്ള കോമഡി പരിപാടികളിലേക്കായി. ഉപ്പുമുളകിന് എനിക്ക് തോന്നുന്നു കുറച്ച് ഫാൻസ് കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇങ്ങനെ വെറുപ്പിക്കുന്നതിലും നല്ലത് ഈ ഒരു പരിപാടി അങ്ങ് നിർത്തുന്നത് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഉപ്പുമുളകിലെ ഇപ്പോൾ ഉള്ള ഈ ഒരു കാട്ടിക്കൂട്ടലുകളും വെറുപ്പിക്കലും ഒക്കെ ഭയങ്കര ബോറല്ലേ? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.